കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. എന്താണ് CPM നിലപാട് ഇതിനകത്ത്? ഞങ്ങൾ അതിശക്തിയായിട്ട് അതിനെ അന്നേ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എതിർപ്പിലാണുള്ളത്. സ്വാഭാവികമായിട്ടും ബീഹാറിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അർഹതയുള്ള നിരവധി ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ തീവ്ര പരിശോധനയുടെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൽ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രക്കുറിപ്പ് ഇപ്പോൾ കൊടുക്കുക. കേരളത്തിൽ സുതാര്യമായി നടപ്പിലാക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മറ്റന്നാൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം വിളിച്ചത് ഇത് സംബന്ധിച്ചുള്ളതല്ല. അത് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൻ്റെ യോഗമാണ് വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ വിളിച്ചു എന്നുള്ള വിവരം ഞങ്ങൾക്കിപ്പം ലഭിച്ചിട്ടില്ല. നോക്കിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെയല്ലേ സാധാരണ ആവശ്യപ്പെടുക. പക്ഷേ പ്രശ്നം ഇതാണ്, ഇതൊരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അതിനെ അതിശക്തിയായിട്ട് എതിർക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിശക്തിയായ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും.